വീട്ടിലുള്ള തക്കാളി ചെടിയിൽ നിന്ന് ഒരു പച്ചത്തക്കാളി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് മുരിങ്ങക്ക കട്ട് ചെയ്തത്, പച്ചത്തക്കാളി നീളത്തിൽ അരിഞ്ഞത്, നല്ല പുളിയുള്ള മാങ്ങയുടെ 1/4 ഭാഗം നീളത്തിൽ അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി, ഉപ്പൊന്നും ചേർത്തിട്ടില്ല, വേവിക്കാനായിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇതിൽ അരപ്പിന് ആവശ്യമായിട്ട് അരമുറി തേങ്ങ, 1/2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഇത് അരച്ചെടുത്തിട്ടുണ്ട്. വെന്ത പച്ചക്കറിയിലോട്ട് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ അരപ്പിലേക്ക് 1/4 സ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ അത് ആദ്യം പറയാൻ മറന്നു കേട്ടോ. പിന്നെ മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കുന്നത് നമ്മുടെ ഒരു പാരമ്പര്യം ആയതുകൊണ്ട് അങ്ങനെയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് പുളി ഊറാൻ വെച്ചിരുന്നത് അതും പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പുളി ഇത് വാളംപുളിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പുളിയും മാങ്ങയും തക്കാളിയും ഈ സംഭവങ്ങളെല്ലാം നല്ല പുളിയുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറച്ച് കൂടുതൽ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഉപ്പെല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. കാരണം തേങ്ങ അരച്ച് ഒഴിച്ചപ്പോഴത്തേനും കറി കുറച്ച് തിക്നെസ് കൂടിപ്പോയി. മീൻ ചട്ടി ആയതുകൊണ്ട് അടിയിൽ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് വെള്ളം അഡീഷണലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അരപ്പുമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കിട്ടുന്ന മത്തിയെല്ലാം ഭയങ്കര ചെറുതാണ്. പിന്നെ ഇതിൽ മുള്ളും കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ എന്നാലും കറി വെച്ച് കഴിക്കുമ്പോൾ ഒരു സുഖമല്ലേ. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കിവിടെ കൊണ്ടുവരുന്ന മീൻകാരൻ ചേട്ടൻ ക്ലീൻ ചെയ്തൊന്നും തരത്തില്ല. അപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ബുദ്ധിമുട്ടി ഉണ്ടാക്കി കഴിക്കുമ്പോഴത്താണല്ലോ അതിന് ടേസ്റ്റ് കുറച്ച് കൂടുതൽ. അപ്പോൾ മത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. മത്തി ഒന്ന് വേകട്ടെ, അതുവരെ മൂടി വെച്ച് വേവിക്കാം. മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് അരപ്പൊക്കെ കുറച്ചൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ആ സൈഡിലുള്ള ആ തേങ്ങയുടെ ഇതെല്ലാം കൂടെ ഒന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരട്ടെ. കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഇതിൽ ഞാൻ താളിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മീൻകറി പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ മത്തി കറി അല്ലെങ്കിൽ